ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള അടുത്ത ക്ലാസ്സാണ്. അരിത്തമെറ്റിക് സീക്വൻസ് എന്ന പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ അഥവാ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ചില പ്രത്യേകതകളൊക്കെ നമ്മൾ ഫസ്റ്റ് പഠിക്കുകയും അതിനെ തുടർന്നുള്ള പ്രോബ്ലംസൊക്കെ നമ്മൾ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസൊക്കെ ഇതിന് മുമ്പുള്ള വീഡിയോകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോകൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക, ബെൽ ബട്ടൺ കൂടി അമർത്തിയിരുന്നാൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് മാത്സ് ക്ലാസ് കിട്ടുന്ന ഒരു എഫക്റ്റോട് കൂടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും 10ാം ക്ലാസ്സിലെ പോർഷൻ പൂർണ്ണമായും പഠിച്ചെടുക്കാൻ അത് ഉപകാരമാകും. നമുക്ക് ഇന്നത്തെ പോർഷനിലേക്ക് പോകാം. 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 21 കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത്. പഠിച്ച പോർഷനെ ആസ്പദമാക്കിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇതും. ഈ ക്വസ്റ്റ്യൻസ് കൂടെ കുറച്ച് വർക്ക് ചെയ്ത് എക്സാമിനേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് മാക്സിമം വർക്ക് ചെയ്ത് തരുന്നതായിരിക്കും. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഡൗട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ ഈ കാണുന്ന വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻ്റ് ആയിട്ടോ എന്തെങ്കിലും തന്നിരുന്നാൽ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ തീർച്ചയായും നിങ്ങളെ സഹായിക്കാം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്ത് അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 2 പദങ്ങൾ തന്നിരുന്നാൽ അതുപയോഗിച്ച് ആദ്യ പദവും കോമൺ ഡിഫറൻസും കണ്ടുപിടിച്ച് പുതിയ സീക്വൻസ് ആ സീക്വൻസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയൊക്കെയാണ് നമ്മൾ പഠിച്ചിരുന്നത്. അതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ദ 5th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 38 ആൻഡ് ദ 9th ടേം ഈസ് 66. The 5th term of an arithmetic sequence is 38 and the 9th term is 66. Find the 25th term എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. നേരത്തെ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെയും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരേ ഒരു കാര്യമേ ചെയ്യാനുള്ളൂ. എന്ത് ചെയ്താലും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ ആദ്യ പദവും കോമൺ ഡിഫറൻസും ആയിരിക്കും. അതായിരിക്കും എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ബേസ്. അപ്പോൾ അതിന് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നോക്കിക്കേ. The 5th term of an arithmetic sequence is 38 and 9th term is 66. We have to find out the 25th term. We know that the difference of two terms is equal to, that is T9 minus T5 is equal to common difference into the difference of their positions എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ തന്നിരിക്കുന്ന കണ്ടീഷൻസിന് നമുക്ക് അപ്ലൈ ചെയ്യാം. What is T9? 66 minus 38 is equal to D into 9 minus 5, 4. That is 4D is equal to 66 minus 38. What is 66 minus 38? 28 എന്ന് കിട്ടും. That is D is equal to 28 by 4. That is equal to 7. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ആദ്യ പദം കണ്ടാൽ മതി. ആദ്യ പദം കാണാൻ എളുപ്പമാണ്. തന്നിരിക്കുന്ന പദങ്ങളുടെ എണ്ണത്തിൽ പദം ഇവിടെ തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പദം ഉപയോഗിച്ചാൽ മതി. ഈ 2 പദങ്ങൾ തന്നിട്ടുള്ളതിൽ ഏതെങ്കിലും ഒരു പദം ഉപയോഗിച്ച് നമുക്ക് ആദ്യ പദം കണ്ടുപിടിക്കാം. we know that നമുക്ക് എന്തറിയാം? Tn is equal to a plus n minus 1 into d എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാം പദം nth ടേം എന്ന് പറയുന്നത് ആദ്യ പദത്തിനോടൊപ്പം പദങ്ങളുടെ എണ്ണത്തിൽ നിന്ന് 1 കുറച്ചിട്ട് d കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയെങ്കിൽ T5 is equal to a plus 4d ആയിരിക്കും. What is T5? 38. 38 is equal to a എത്രയെന്ന് അറിയത്തില്ല. a plus 4 into 7. That is 38 is equal to a plus 4 into 7, 28. a is equal to 38 minus 28, that is equal to 10. എങ്ങനെ കിട്ടി? ഇവിടുത്തെ പ്ലസ് 28നെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ തിരിച്ചെഴുതിയേ ഉള്ളൂ. a is equal to 38 minus 28, that is equal to 10. അപ്പോൾ ആദ്യ പദവും കോമൺ ഡിഫറൻസും ആയി. നമുക്ക് ഇനി എന്ത് കണ്ടുപിടിച്ചാൽ മതി? നമുക്ക് ആ 25th ടേം കണ്ടുപിടിച്ചാൽ മതി. നമുക്കറിയാം Tn is equal to a plus n minus 1 into d ആണ്. Therefore ഈ T25 എന്തായിരിക്കും? Therefore T25 is equal to a plus 24d ആണെന്ന് നമുക്കറിയാം. That is equal to a എത്രയാ? 10 ആണ്. പ്ലസ് 24d, 24 into d എത്രയാ? d is equal to 7 ആണ്. That is equal to 10 plus 24 into 7. How much 24 into 7? 7 into 4, 28, 2 balance, 7 into 2, 14, plus 2, 16. 168. That is equal to 178 is the 25th term എന്ന് നമുക്ക് ആൻസറും കിട്ടും. അപ്പോൾ 178 is the 25th term. നമുക്ക് 2 പദങ്ങൾ ഉപയോഗിച്ച് 25th term നമ്മൾ കണ്ടുപിടിച്ചു. എല്ലാ സ്ഥലത്തും പ്രൊസീജിയർ. ഈ ചാപ്റ്ററിൻ്റെ എല്ലാ ക്വസ്റ്റ്യനിലും സിംഗിൾ പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നിരിക്കുന്ന വിവരങ്ങളും അറിയാവുന്ന വിവരങ്ങളും കൂട്ടിച്ചേർത്ത് കോമൺ ഡിഫറൻസും ആദ്യ പദവും കണ്ടെത്തുക എന്നൊരൊറ്റ ജോലിയേ ഉള്ളൂ. അത് മിക്കവാറും സമയങ്ങളിലും നമുക്ക് കോമൺ ഡിഫറൻസ് കാണാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്
ഇക്വേഷൻ, ഈ കണ്ടീഷൻ ആയിരിക്കും പദങ്ങളുടെ ഡിഫറൻസ് 38 മൈനസ് 66 അല്ലെങ്കിൽ 66 മൈനസ് 38. ഡിഫറൻസ് ഓഫ് ദി ടേംസ് എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസിനെ അവയുടെ പൊസിഷൻസിൻ്റെ ഡിഫറൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമായിരിക്കും. അങ്ങനെയെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കും. തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു പദത്തിൻ്റെ ഇക്വേഷനിൽ തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു ടേമിനകത്ത് ഈ കോമൺ ഡിഫറൻസിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ, ഇവിടെ കോമൺ ഡിഫറൻസിൻ്റെ വാല്യൂ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യ പദവും കിട്ടും. ആദ്യ പദവും കോമൺ ഡിഫറൻസും കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ആ ഒരൊറ്റ കണ്ടീഷൻ ഉപയോഗിച്ച് ആൻസർ ചെയ്യാൻ പറ്റും. അതിൻ്റെ ആൻസറുമായി. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയി കാണുമല്ലോ. ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ഒന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഈസ് 101 എ ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് 13, 24, 35 എറ്റ്സെട്ര. 13, 24, 35 എറ്റ്സെട്ര എന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസിനകത്തുള്ള ഏതെങ്കിലും ഒരു പദമാണോ 101 എന്നാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അതായത് 13, 24, 35 എറ്റ്സെട്ര ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമ്പോൾ അതിലെവിടെയെങ്കിലും 101 എന്ന് ഒരു ടേം വരാൻ പറ്റുമോ പറ്റില്ലയോ എന്നുള്ളതാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഈസ് 101 എ ടേം ഓഫ് ദി ഗിവൺ സീക്വൻസ് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. അതുപോലെ ഒരു സെക്കൻഡ് പാർട്ട് കൂടിയുണ്ട്. വാട്ട് അബൌട്ട് 1001 വരാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇവിടെ ചെക്ക് ചെയ്യണം. ഗിവൺ സീക്വൻസ് ആയ 13, 24, 35 എന്ന സീക്വൻസിൽ 101 എവിടെയെങ്കിലും വരുന്നുണ്ടോ, അതോടൊപ്പം 1001 എവിടെയെങ്കിലും വരുന്നുണ്ടോ, ഇത് വരാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് നമുക്ക് ഇതിൽ നിന്നും ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെയും നമുക്ക് അതിൻ്റെ ഈ നമ്മൾ ഇതുവരെ പഠിച്ച വിവരങ്ങൾ വെച്ചുകൊണ്ടൊന്ന് ഡിസ്കസ് ചെയ്താൽ മതി. ശ്രദ്ധിച്ചോളൂ. ഗിവൺ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 13, 24, 35 എറ്റ്സെട്ര. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് 101 ഈസ് എ ടേം ഓർ നോട്ട്. ഇത് ഇതിനകത്തുള്ള ടേം ആണോ അല്ലയോ എന്ന് വേണം നമുക്ക് ചെക്ക് ചെയ്യാൻ. Let us assume that Tn is equal to 101. എന്ത് ടേം ആണ് 101 എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അതായത് അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള 30-ാമത്തെയോ 40-ാമത്തെയോ 50-ാമത്തെയോ 100-ാമത്തെയോ n-ാമത്തെയോ എന്ത് ടേം, ഏതോ ഒരു പദമാണ് 101 എന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. നമുക്കറിയത്തില്ല 101 എത്രാമത്തെ പദമാണെന്ന്. അങ്ങനെയുള്ള ഒരു nth ടേമാണ് 101 നമ്മൾ അസ്യൂം ചെയ്യുന്നു, സങ്കല്പിക്കുന്നു എന്നേ ഉള്ളൂ. ആ സങ്കല്പം ശരിയാണോ അല്ലയോ എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. നമ്മൾ അസ്യൂം ചെയ്തത് ശരിയായിരുന്നു എന്ന് പറഞ്ഞാൽ 101 അതിലൊരു ടേം ആണെന്നാണ് അർത്ഥം. അത് നമുക്ക് നോക്കാം. ഹിയർ 101 ഈസ് എൻ nth ടേം നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചു, സങ്കല്പിച്ചു വെച്ചു. ബട്ട് ഫ്രം ദി ഗിവൺ സീക്വൻസ് വി ഗെറ്റ് ഫ്രം ദി സീക്വൻസ് നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു, കോമൺ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കോമൺ ഡിഫറൻസ് ഇസ് ദ ഡിഫറൻസ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ടേംസ് ആണ്. 24 മൈനസ് 13 ദാറ്റ് ഈസ് ഈക്വൽ ടു 11. കോമൺ ഡിഫറൻസ് 11 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടിയിട്ടുണ്ട്. ഇത് nth ടേം ആണെന്ന് നമുക്കറിയാം, നമ്മൾ അസ്യൂം ചെയ്യുകയും ചെയ്യുന്നു. നമുക്ക് എന്തറിയാൻ പറ്റും? വി നോ ദാറ്റ്, നമുക്കറിയാം എന്തറിയാം? ദ ഡിഫറൻസ് ഓഫ് ടു ടേംസ്, നമ്മൾ കുറേ നേരം കൊണ്ട് പറയുന്ന കാര്യം അത്. ദ ഡിഫറൻസ് ഓഫ് ടു ടേംസ് ഈസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ പൊസിഷൻസ് ആൻഡ് കോമൺ ഡിഫറൻസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് വി നോ ദാറ്റ് ഡിഫറൻസ് ഓഫ് ടു ടേംസ് Tn മൈനസ് Tm is equal to കോമൺ ഡിഫറൻസ് ഇൻറ്റു the difference of their positions എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. We know that Tn minus Tm is equal to common difference into difference of their positions. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം, അങ്ങനെയെങ്കിൽ Tn minus T1 is equal to, ഈ 101 എന്ന് പറയുന്നത് Tn, ഫസ്റ്റ് ടൈം ആയ T1 is equal to എന്തെന്ന് കിട്ടും? D into n minus 1 എന്ന് എഴുതാമല്ലോ. ഈ n-ാം പദത്തിൻ്റെയും ആദ്യ പദത്തിൻ്റെയും ഡിഫറൻസ് Tn മൈനസ് T1 ഇസ് ഈക്വൽ ടു D ഇൻറ്റു n മൈനസ് 1. n എത്രയെന്ന് നമുക്ക് അറിയത്തില്ല, അത് എത്രാമത്തെയോ പദമാണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുക. അവിടെ Tn എത്രയാ? 101 മൈനസ് 13 ഈക്വൽ ടു ഡിയുടെ വില നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 11 ഇൻറ്റു n മൈനസ് 1. എന്നിന് മാത്രം നമുക്ക് വില കൊടുക്കാൻ അറിയില്ല, കാരണം n എത്രാമത്തെയോ പദമാണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടേ ഉള്ളൂ, എത്രാമത്തെ പദമാണെന്ന് അറിയില്ല. അങ്ങനെ ഒരു n ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ 101 മൈനസ് 13 ഈസ് ഈക്വൽ ടു 11 ഇൻറ്റു n മൈനസ് 1, ദാറ്റ് ഈസ് 88 ഈസ് ഈക്വൽ ടു 101 മൈനസ് 13 88.
ഇസ് ഈക്വൽ ടു ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേ 11n മൈനസ് 11 എന്ന് കിട്ടും. 11n മൈനസ് 11 ദാറ്റ് ഈസ് 11n ഇസ് ഈക്വൽ ടു 11n മാത്രം എടുത്താൽ ഇവിടുത്തെ മൈനസ് 11നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പം പ്ലസ് 11 ആകും. 88 പ്ലസ് 11 എന്നാകും. 88 പ്ലസ് 11 ദാറ്റ് ഈസ് ഈക്വൽ ടു 99. 11n ഇസ് ഈക്വൽ ടു 99 എന്ന് കിട്ടും. ഇതിൽ നിന്നും n ഇസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? n ഇസ് ഈക്വൽ ടു 99/11 ദാറ്റ് ഈസ് ഈക്വൽ ടു 9 എന്ന ആൻസർ കിട്ടും. എന്നിനൊരു വാല്യൂ കിട്ടി. അപ്പം എന്നിനൊരു വാല്യൂ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇവിടെ T9 ആണ് 101 എന്നാണ് അർത്ഥം. എന്നിന് നമുക്കൊരു വാല്യൂ കിട്ടാതിരുന്നാൽ ഇവിടെ വരുമ്പോൾ എന്നിൻ്റെ വില 99/11 പകരം 9 വേറെ എന്തെങ്കിലും നമ്പർ കിട്ടി 9.5 എന്നോ അല്ലെങ്കിൽ 6.75 എന്നോ ഏതെങ്കിലും ഒരു ഡെസിമൽ നമ്പറാണ് കിട്ടിയിരുന്നതെങ്കിൽ അങ്ങനെ ഒരു പദം ഇതിനകത്തുണ്ടെന്ന് പറയാമോ? നമുക്ക് ഈ 101 ഇതിൻ്റെ 9.5 ടൈം അല്ലെങ്കിൽ 10.75 ടൈം അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ എന്നിനൊരു ഫിക്സഡ് നാച്ചുറൽ നമ്പർ ഒരു ഹോൾ നമ്പർ കിട്ടിയ ഒരു നാച്ചുറൽ നമ്പർ ഒരു കൗണ്ടിങ് നമ്പർ ആയ വില എന്നിന് കിട്ടിയത് കൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് ദിസ് 101 ഈസ് ദ 9th ടൈം ഓഫ് ദി സീക്വൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഈസ് 101 ഈസ് എ ടൈം ഓഫ് ദി സീക്വൻസ് വിച്ച് ഈസ് ദ 9th ടൈം ഓഫ് ദി സീക്വൻസ്. ഹിയർ n is equal to 9. Therefore we conclude what 101 is the 9th ടൈം ഓഫ് ദി സീക്വൻസ്. 9th ടൈം ഓഫ് ദി സീക്വൻസ് എന്ന് നമ്മൾ ആൻസർ ചെയ്ത് വെക്കുകയും ചെയ്യും. നമുക്കിവിടെ ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്നൊരു കേസുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞു പോകാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഈ പദങ്ങളുടെ ഡിഫറൻസ് എടുത്ത് നോക്കുമ്പോൾ കോമൺ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിച്ച് വെക്കുക. കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് വെക്കുമ്പോൾ ഈ പദങ്ങളുടെ ഡിഫറൻസായി കിട്ടിയ 88 ഈ ടേംസുകളുടെ ഡിഫറൻസായി കിട്ടിയ 88 എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? ഈ കോമൺ ഡിഫറൻസായ DA 11നെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമായിരുന്നു. അതായത് 11n തുല്യമായിരുന്നു ഈ 88 പദങ്ങളുടെ ഡിഫറൻസ് എങ്കിൽ. അതായത് പദങ്ങളുടെ ഡിഫറൻസ് കോമൺ ഡിഫറൻസിൻ്റെ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ ആകുമെങ്കിൽ ഒന്നുകൂടി പദങ്ങളുടെ ഡിഫറൻസ് ടേംസിൻ്റെ ഡിഫറൻസ് എടുത്ത് നോക്കുമ്പോൾ ഡിഫറൻസുകൾ എടുത്ത് നോക്കുമ്പോൾ ആ കിട്ടുന്ന ആൻസർ അതായത് ഇവിടെ കിട്ടിയത് 88 ആണ്. ആ 88 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിളുകളിൽ ഏതെങ്കിലും ഒരെണ്ണം വന്നാൽ നമുക്ക് പറയാൻ പറ്റും ഈ തന്നിരിക്കുന്ന ടേമുകൾ ആ അരിത്തമെറ്റിക് സീക്വൻസിനകത്ത് വരുന്നതായിരിക്കുമെന്ന്. കുറച്ച് ചിന്തിക്കാനുള്ള പോർഷനാണത്. ഈ പോർഷനിൽ നിന്നുകൂടെ നമുക്കത് മനസ്സിലാക്കാനുള്ളത് രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് TN മൈനസ് TM രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ആ ഡിഫറൻസിന് എന്തിന് ഈക്വൽ ആണെന്നാണ് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത്? D എന്ന് പറയുന്ന നമ്പറിനെ അല്ലെങ്കിൽ D എന്ന് പറയുന്ന കോമൺ ഡിഫറൻസിനെ രണ്ട് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. നമുക്ക് ഇവിടെ ഡിഫറൻസ് എടുത്താലും കിട്ടുന്നത് ഒരു നമ്പർ ആയിരിക്കില്ലേ? നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മതി. ഇവിടെയൊക്കെ 4 എന്നോ 3 എന്നോ 2 എന്നോ ഒക്കെ വരുന്ന എന്തെങ്കിലും ഒരു നമ്പർ ആയിരിക്കും ഇവിടെ വരിക. അങ്ങനെ പദങ്ങളുടെ ഡിഫറൻസിനെ കോമൺ ഡിഫറൻസിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റിയാൽ ഉറപ്പായിട്ടും നമുക്ക് ഈ രണ്ട് പദങ്ങളും അരിത്തമെറ്റിക് സീക്വൻസിൽ ഉള്ളതാണ് എന്ന് പറയാം. ഒന്നുകൂടി ചിന്തിച്ച് കേൾക്കണം. പദങ്ങളുടെ ഡിഫറൻസ് എടുത്തിട്ട് ഈ കോമൺ ഡിഫറൻസിനെ മറ്റൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ മൾട്ടിപ്പിളായിട്ട് വന്നാൽ ഇവിടെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ 88 ആണ് കിട്ടിയത്. 88 എന്ന് പറയുന്നത് 11ൻ്റെ മൾട്ടിപ്പിളാണ്. 11നെ 8 പ്രാവശ്യം മൾട്ടിപ്പിൾ ആകുമ്പോഴാണ് 88 കിട്ടുന്നത്. അങ്ങനെ കിട്ടിയത് കൊണ്ടാണ് നമുക്കിവിടെ ഈ എന്നിൻ്റെ വാല്യൂ 9 എന്ന് കിട്ടിയത്. അങ്ങനെ വന്നാൽ ഉറപ്പായിട്ടും ഈ രണ്ട് ടേമും അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ടേംസുകളായിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്കിതിൻ്റെ സെക്കൻഡ് പോർഷൻ നോക്കണം. 1001 ഇതിനകത്തുള്ള ടേം ആണോ അല്ലയോ എന്ന് നോക്കണം. ഈ 1001 ഇതിനകത്തുള്ള ടേം ആണോ എന്ന് നോക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 1001നെ ഈ പറഞ്ഞതുപോലെ nth ടേം ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. 1001നെ nth ടേം ആണെന്ന് അസ്യൂം ചെയ്താൽ ഈ 1001ഉം ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു പദവും തമ്മിലുള്ള ഡിഫറൻസ് എടുത്ത് നോക്കണം. അപ്പോൾ 1001ഉം ഇതും തമ്മിലുള്ള ഡിഫറൻസ് എടുത്ത് നോക്കിയാൽ 1001 മൈനസ് 13 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? 988 എന്ന് കിട്ടും. 988 എന്ന് കിട്ടും. ഈ 988 എന്ന് പറയുന്നത് ഈ 11ൻ്റെ മൾട്ടിപ്പിൾ ആണോ? 11ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ചെയ്തു വരുമ്പം എന്നിന് എവിടെയെങ്കിലും ഒരു വില കിട്ടും.
11ൻ്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ ഏതെങ്കിലും ഒരു ഡെസിമൽ നമ്പറേ കിട്ടത്തുള്ളൂ. അപ്പോൾ 11ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കാൻ 988നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 98ൽ എത്ര 11 കിട്ടും? 98ൽ നമുക്കൊരു 8 ഒപ്പിക്കാം. 8 × 11 88, ബാലൻസ് 10. 108ൽ എത്ര 11 കിട്ടും? 108ൽ 9 11 കിട്ടും. 9 × 9 9, 9 × 9 9. 108 - 99, ബാലൻസ് 9 എന്ന് വരും. ഇത് റിമൈൻഡർ വന്നു കഴിഞ്ഞു. ഇനി ഈ 9ൽ 11 അടങ്ങില്ല. അതായത് ഇവിടെ റിമൈൻഡർ വന്നു കഴിഞ്ഞു, അതിനെക്കൊണ്ട് റിമൈൻഡർ 0 വന്നില്ല. ദാറ്റ് മീൻസ് 988 എന്ന് പറയുന്നത് 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 988 11ൻ്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ നമ്മളിവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പം ഒരു പൂർണ്ണസംഖ്യ കിട്ടില്ല, ഒരു ഹോൾ നമ്പർ കിട്ടില്ല. ഹോൾ നമ്പർ കിട്ടാതായാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് 89.75 എന്നങ്ങനെയാണ് കിട്ടുന്നതെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ ഈ 1001 എന്ന് പറയുന്നത് ഇതിൻ്റെ 89ാമത്തെ പദമാണെന്ന്, അല്ലെങ്കിൽ 89.25 പദമാണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. ഒരു പദങ്ങളുടെ എണ്ണം പറയണമെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു പൂർണ്ണസംഖ്യയായിട്ട് അവസാനിക്കണം. ഇവിടെ പൂർണ്ണസംഖ്യയായിട്ട് അവസാനിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ 1001നെ ഇതിൻ്റെ പദമായിട്ട് പരിഗണിക്കാൻ പറ്റില്ല. കാരണം ഈ 988 നമ്മൾ പറഞ്ഞു ആ തന്നിരിക്കുന്ന പദവും ഈ സീക്വൻസിൻ്റെ ആദ്യ പദവും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ ആ ഡിഫറൻസ് കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആകണം. എങ്ങനെ ഈ തന്നിരിക്കുന്ന പദവും തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആദ്യ പദവും തമ്മിലുള്ള ഡിഫറൻസ് എടുത്ത് നോക്കുമ്പോൾ ആ ഡിഫറൻസ് കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിളായി കിട്ടിയാൽ മാത്രമേ അതിന് നമുക്ക് ഒരു പൂർണ്ണസംഖ്യയായ എണ്ണാം പദം എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. വാട്ട് അബൌട്ട് 1001 എന്നൊരു പോർഷൻ കൂടി അതിനകത്ത് ക്വസ്റ്റ്യനിലുണ്ട്. അവിടെ നമുക്ക് പറയാൻ പറ്റും ദ ഡിഫറൻസ് ഓഫ് 1001 ആൻഡ് ഫസ്റ്റ് ടൈം. The difference of the 1001 and first term, that is 988, is not a multiple of 11. Therefore, 1001 is not a term of the given sequence. എങ്ങനെ ഞാനത് എഴുതുന്നില്ല, പറയുന്നേ ഉള്ളൂ, ശ്രദ്ധിച്ചോളണം. The difference of given term and the first term. The difference of 1001 and first term is equal to 988, which is not a multiple of the common difference 11. That is why the given number 1001 is not a term of this given sequence എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5 നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സസൈസിൽ തന്നെ 5ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദെയർ വിച്ച് ലീവ് എ റിമൈൻഡർ 3 ഓൺ ഡിവിഷൻ ബൈ 7. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ ആയിട്ട് വരുന്ന എത്ര 3 ഡിജിറ്റ്സ് നമ്പേഴ്സ് ഉണ്ട് എന്ന് വേണം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നത്. എക്സാമിനേഷൻ വരേണ്ട സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ശ്രദ്ധിച്ച് നോക്കിയേ, 3 ഡിജിറ്റ് നമ്പേഴ്സ് വേണം നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ മുതൽ നമ്മൾ തുടങ്ങണം. വിച്ച് ഈസ് ദ ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ? സിമ്പിൾ. ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 100 ആണ്, 100 ആണ്. വിച്ച് ഈസ് ദ ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ? ദാറ്റ് ഈസ് 999 ആണ്. അതായത് ഈ 100നും 999നും ഇടയിൽ എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. എന്താ അതിൻ്റെ പ്രത്യേകത? ആ നമ്പറുകളെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 ആയിട്ട് വരണം. എപ്പോഴാണ് ഒരു നമ്പറിനകത്ത് റിമൈൻഡർ 3 ആയിട്ട് വരുന്നതെന്ന് അറിയണമെങ്കിൽ ഡിവിഷൻ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരുന്നേ പറ്റുള്ളൂ. എപ്പോഴാണ് ഒരു നമ്പറിനകത്ത് റിമൈൻഡർ 3 ബാക്കി 3 എണ്ണം വരുന്നത്? എപ്പോഴാണ്? നമ്മൾ മൾട്ടിപ്പിളായിട്ട് കുറേ മൾട്ടിപ്പിൾസ് എടുത്ത് നോക്കിയാൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 2ൻ്റെ മൾട്ടിപ്പിൾസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2, 4, 6, 8, 10 എക്സെട്ര ആണ് മൾട്ടിപ്പിൾസ്. ഇതിനെല്ലാം 2 കൊണ്ട് ഡിവിസിബിളാണ്. ഈ 2 കൊണ്ട് ഡിവിസിബിളായ ഈ നമ്പറുകളിൽ അല്ലാതെ എപ്പോഴാണ് 1 റിമൈൻഡർ ആയിട്ട് വരുന്നത്? ഇവിടെ നമ്മൾ 3 എടുത്താൽ 3 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു 2 അതിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റും, ബാലൻസ് 1 കിടക്കും. ഇവിടെ 5 എടുത്താൽ 2 2സിനെ ഈ 4ൽ നിന്നും നമുക്ക് എടുത്തു മാറ്റാൻ പറ്റും, അഥവാ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ബാലൻസ് 1 കിടക്കും. ഇവിടെ നമ്മൾ 7 പരിഗണിച്ചാൽ 7നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 വരെ കിട്ടത്തുള്ളൂ. 3 2s എടുത്ത് മാറ്റാൻ പറ്റും, 1 ബാലൻസ് കിടക്കും. ഇവിടെ നമ്മൾ 9 പരിഗണിച്ചാൽ ഇവിടെ നമുക്ക് 4 2സിനെ എടുത്ത് മാറ്റാൻ പറ്റും, 1 ബാലൻസ് കിടക്കും. അതായത് ഈ 2ൻ്റെ മൾട്ടിപ്പിൾസിനോടൊപ്പം 1 ആഡ് ചെയ്ത് വരുന്ന നമ്പറുകളെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ 1 ബാലൻസ് വരും. അതുപോലെ ഇതിനോടൊപ്പം 3 ആഡ് ചെയ്ത് പോയാൽ 3 ബാലൻസ് വരും. അതുപോലെ നമുക്ക് ഈ നമ്പറിനകത്തുനിന്ന് 7ൻ്റെ മൾട്ടിപ്പിൾസ് കണ്ടെത്തിയിട്ട് ആ മൾട്ടിപ്പിൾസിനോടൊപ്പം 3 കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ ആ നമ്പറുകളെ എല്ലാം ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 ബാലൻസ് വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ മൾട്ടിപ്പിൾസ് ഈ 100നും 999നും ഇടയിലുള്ള
നമ്പറുകളിൽ ഏതിനെയൊക്കെ ഡിവൈഡ് ചെയ്താൽ 3 ബാലൻസ് വരും എന്ന് മാത്രം നമുക്ക് കണ്ടെത്തിയാൽ മതി. ആദ്യം അത് കണ്ടെത്തിയതിന് ശേഷം മാത്രമേ അതിനകത്ത് എത്ര പദങ്ങളുണ്ട് എന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. നോക്കാം. ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ നമുക്ക് കണ്ടെത്തി 100. ഈ 100നെ 7 കൊണ്ട് ഡിവിസിബിൾ ആണോ? അല്ല. നോക്കാം നമുക്ക്. 100 ഡിവൈഡ് ബൈ 7. 100 ഡിവൈഡ് ബൈ 7 ചെയ്താൽ 1 × 7 7, 3 ബാലൻസ് 30, 30ൽ 4, 4 × 7 28, 2 ബാലൻസ്. 2 ബാലൻസ് വന്നു. എവിടെ നിന്ന്? 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 2 ബാലൻസ് വന്നു എന്ന് പറഞ്ഞാൽ 100ന്റെ തൊട്ട് പിറകിൽ വരെ നമ്മൾ എത്തിയെന്നർത്ഥം. 2 യൂണിറ്റ് പിറകിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 എണ്ണേ ബാക്കി വന്നുള്ളൂ. 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 14 7നെ നമുക്ക് അതിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റി. പകരം 2 എണ്ണം അവിടെ ബാക്കി കിടപ്പുണ്ട്. ദാറ്റ് മീൻസ് നമ്മളെ കയ്യിൽ ഇപ്പോൾ എത്ര എണ്ണമായി? 98 വരെ ആയി. അപ്പോൾ 98 ആണ് 100ന് തൊട്ട് മുമ്പിലുള്ള 98 ആണ് 100ന് തൊട്ട് മുമ്പിലുള്ള 7ന്റെ മൾട്ടിപ്പിൾ. അടുത്ത മൾട്ടിപ്പിൾ എത്രയായിരിക്കും? 98നോട് കൂടി 7 ആഡ് ചെയ്തെടുത്താൽ മതി. 105. അടുത്ത മൾട്ടിപ്പിൾ എത്രയായിരിക്കും? 105നോട് കൂടി 7 ആഡ് ചെയ്തെടുത്താൽ മതി. 112. ഇങ്ങനെ പോയി 1000ന് തൊട്ട് മുമ്പിൽ ആര് എന്ന് നമ്മൾ തന്നെ അറിയണ്ടേ? 1000ന് തൊട്ട് മുമ്പിൽ ആരെന്ന് അറിയാൻ ഇവിടെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ 1000നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 1000നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ 2 വരെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 0 കൂടെ താഴ്ത്തി ഇറക്കി താഴെ കൊണ്ടുവന്നപ്പോൾ ഈ 20ൽ എത്ര 7? 2 ടൈംസ്. 2 × 7 14. 14 എടുത്താൽ 6 ബാലൻസ്. 6 ബാലൻസ് വന്നു. ഈ 6 ബാലൻസ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ 1000ന് തൊട്ട് പിറകിലോട്ടുള്ള 6ാമത്തെ നമ്പർ വരെ എത്തുമ്പോൾ നമുക്ക് 7ന്റെ മൾട്ടിപ്പിൾ കിട്ടും. ഈ 6 ബാലൻസ് മീൻസ് 1000 കഴിഞ്ഞ് എത്താൻ 6 വരെ നമ്മുടെ കയ്യിലുള്ളൂ. ഒന്നും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ 1000ന് തൊട്ട് പിറകിലോട്ടുള്ള 6 കുറവുള്ള നമ്പർ ഏതാ? 994. 994 ആയിരിക്കും അടുത്ത ലാസ്റ്റ് മൾട്ടിപ്പിൾ. അപ്പോൾ 7ന്റെ മൾട്ടിപ്പിൾസ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. മൾട്ടിപ്പിൾസ് കണ്ടുപിടിച്ചാലേ നമുക്ക് 3 റിമൈൻഡർ വരുന്ന നമ്പേഴ്സിനെ അടുത്ത സ്റ്റെപ്പിൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ 100നെ നമ്മൾ ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയപ്പോൾ 100ന്റെ ഏറ്റവും അടുത്തുള്ള മൾട്ടിപ്പിളായിട്ട് 98നെ കിട്ടി. 98 മുതൽ തുടങ്ങി നമ്മൾ ഓരോരോ മൾട്ടിപ്പിൾസ് ഇങ്ങനെ ആഡ് ചെയ്ത് 105, 112 ഇങ്ങനെ ചെയ്ത് പോയിട്ട് 1000ന് അടുത്തുള്ള 7ന്റെ മൾട്ടിപ്പിൾ ഏതെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ്. അതിന് 1000നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചതിൻ്റെ ബാക്കിയായിട്ട് ഇവിടെ ചെയ്തപ്പോൾ 6 റിമൈൻഡറായിട്ട് വരുന്ന ഒരു നമ്പർ കൂടി നമുക്ക് കിട്ടി. ആ 6 റിമൈൻഡർ വരുന്നു എന്ന് പറഞ്ഞാൽ 1000ൽ നിന്നും 6 കുറച്ചാൽ കിട്ടുന്നത് ലാസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 7 ആയിരിക്കും. ദാറ്റ് ഈസ് 994. അപ്പോൾ ഇതെല്ലാം 9ന്റെ മൾട്ടിപ്പിൾസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യമാണിത്. ഇതെല്ലാം 9ന്റെ മൾട്ടിപ്പിൾസ് ആണ്. നമുക്ക് വേണ്ടത് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ബാലൻസ് വരുന്ന നമ്പർ വേണം കണ്ടുപിടിക്കാൻ. മൾട്ടിപ്പിൾസിനെ അല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ 3 ബാലൻസ് വരുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ 2ന്റെ എക്സാമ്പിൾ പറഞ്ഞതുപോലെ 98 ചെയ്തപ്പോൾ നമുക്ക് 2 ആണ് ബാലൻസ് വന്നത്. അപ്പം 3 ബാലൻസ് വരണമെങ്കിൽ ഈ 98 7s നമ്മുടെ കയ്യിലിങ്ങ് എടുത്ത് വെച്ചേക്കുക. 98 ഇത് ഞാൻ ഈ പറയുന്ന പോർഷൻ നിങ്ങൾക്ക് വ്യക്തമാവണമെങ്കിൽ ഡിവിഷൻ എന്താണെന്ന് അതിൻ്റെ ഒറിജിനൽ മീനിങ്ങിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ തന്നെ ബേസിക് മാത്സ് എന്ന് പറഞ്ഞൊരു പോർഷനുണ്ട്. ഇതിൻ്റെ പ്ലേലിസ്റ്റിലുണ്ട്. ബേസിക് മാത്സ് എന്നൊരു പോർഷനുണ്ട്. അതിൽ ഡിവിഷനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ആ പോർഷനിലെ വീഡിയോസ് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. മൾട്ടിപ്ലിക്കേഷൻ ഈസ് ദ റിപ്പീറ്റഡ് അഡിഷൻ ആൻഡ് ഡിവിഷൻ ഈസ് ദ റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞ് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോർഷൻസ് വരും. അപ്പോൾ നിങ്ങൾ ആ പോർഷൻസ് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന പോർഷൻസ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ക്ലിയർ ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൾട്ടിപ്പിൾ 98. അങ്ങനെയെങ്കിൽ റിമൈൻഡർ 3 വരുന്ന ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 98 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 101. അടുത്ത നമ്പർ 105 + 3 ദാറ്റ് ഈസ് 108. അടുത്ത നമ്പർ 112 + 3 ദാറ്റ് ഈസ് 105. 115. ഇങ്ങനെ പോയി 994 ചെന്നിട്ട് 3 ആഡ് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 997 ഈസ് ദ ലാസ്റ്റ് നമ്പർ. അപ്പോൾ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് ആണ് നമുക്ക് കിട്ടിയത്. ഇപ്പം ഇവിടെ 101, 108, 115 etc. to 997 with first term 101 and common difference 7. ഇപ്പം നമ്മുടെ 10ാം ക്ലാസ്സിലെ പോർഷനിലെത്തി. ഇത്രയും കാര്യങ്ങൾ കണ്ടെത്തിയത് നമ്മുടെ 4th സ്റ്റാൻഡേർഡിലെ പോർഷനിൽ നിന്നോ 5th സ്റ്റാൻഡേർഡിലെ പോർഷനിൽ നിന്നോ ആയിരുന്നു. അവിടെയാണ് നമുക്ക് മാത്സ് പാടാണെന്ന് ചില സമയത്ത് നമ്മൾ പറഞ്ഞു പോണത്, ബേസിക് നോളജ് ഇല്ലാത്തത്. അതുണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്.
അതുകൊണ്ട് നിങ്ങൾ പറ്റുമെങ്കിൽ ആ ബേസിക് നോളജിൻ്റെ പോർഷൻസ് ഞാൻ തരുന്നത് കൂടി കണ്ടോളുക. അല്ലെങ്കിൽ ഇത് പഠിച്ചെടുക്കാൻ ഉറപ്പായിട്ട് ശ്രമിക്കണം. ഈ പോർഷനിൽ നിന്നെങ്കിലും പഠിച്ചെടുക്കാൻ ശ്രമിക്കണം. അതുകൊണ്ട് ഞാൻ കൊച്ചു കുട്ടികൾക്ക് പോലെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. നമുക്ക് ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ 100, ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ 999. നിയറസ്റ്റ് ആയിട്ടുള്ള 7ൻ്റെ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കാൻ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ 98 എന്ന് കിട്ടി. ഇതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള 7ൻ്റെ മൾട്ടിപ്പിൾ കണ്ടുപിടിച്ചപ്പോൾ 994 എന്ന് കിട്ടി. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് 3 ഡിജിറ്റ് നമ്പറുകളുടെ സ്മാളസ്റ്റും ലാർജസ്റ്റും കണ്ടുപിടിക്കുക. അത് 100ഉം 999ആണ്. അടുത്ത സ്റ്റെപ്പ് ഈ സ്മാളസ്റ്റ് 3 ഡിജിറ്റ് നമ്പറിൻ്റെ ശ്രദ്ധിച്ച് കേൾക്കണേ, സ്മാളസ്റ്റ് 3 ഡിജിറ്റ് നമ്പറിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള 7ൻ്റെ മൾട്ടിപ്പിൾ, അതുപോലെ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പറിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള 7ൻ്റെ മൾട്ടിപ്പിൾ. അത് രണ്ടും നമ്മൾ ഡിവിഷൻ മുഖാന്തരം കണ്ടെത്തി വെച്ചു. ഇനിയാണ് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. 3 റിമൈൻഡർ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ. അതിന് ഈ മൾട്ടിപ്പിൾസിനോടൊപ്പം 3 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 101, 108, 115 എറ്റ്സെട്ര ടു 997. ഇതാണ് നമുക്ക് കൈകാര്യം ചെയ്യേണ്ടുന്ന ഗ്രൂപ്പ്. ഇത് നമ്മൾ ക്രിയേഷന് വേണ്ടിയിട്ട് എടുത്ത ഹെൽപ്പിംഗ് നമ്പേഴ്സ് മാത്രമായിരുന്നു നമുക്ക് കൈകാര്യം ചെയ്യേണ്ടത് 101, 108, 115 തുടങ്ങുന്ന ഈ അരിത്തമെറ്റിക് സീക്വൻസിനെയാണ്. ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ എത്ര പദങ്ങളുണ്ട് എന്ന് വേണം നമുക്ക് കണ്ടെത്താൻ. ഇതിനകത്ത് എത്ര ടേമുകളുണ്ട് എന്ന് നമുക്ക് കണ്ടെത്തണം. അത് എളുപ്പമാണ്, നോക്കിക്കോ. ഹിയർ ക്ലിയർലി 101, 108, 115 എറ്റ്സെട്ര 997 are the numbers which it leaves the 3 as the remainder when divided by 7. And also it is a arithmetic sequence. It is an arithmetic sequence with ഇനിയാണ് നമ്മുടെ 10th പോർഷൻ. വിത്ത് ഫസ്റ്റ് ടേം T1 is equal to 101 and common difference is equal to the difference of 2 consecutive terms 108 minus 101. അവിടെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ അതാണ് നമ്മുടെ ആൻസർ. ഈക്വൽ ടു 7 ആണ് നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് ക്ലിയർ ആണ്. ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു നമ്പർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 101, 108, 115 to 997 എന്ന് പറയുന്ന ഈ നമ്പർ ഗ്രൂപ്പ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്നും അതിൻ്റെ ഫസ്റ്റ് ടൈം 101 ആണെന്നും കോമൺ ഡിഫറൻസ് 7 ആണെന്നും നമുക്ക് ക്ലിയർ ആയ കാര്യമാണ്. ഇതിൽ എത്ര പദങ്ങളുണ്ടെന്ന് അറിഞ്ഞാൽ മതി. വി നോ ദാറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ മൊത്തം ഇത്രേ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ടുള്ള കളികളാണ് നമ്മൾ ഈ ചെയ്തിരിക്കുന്നത് മുഴുവൻ. വി നോ ദാറ്റ് Tn is equal to a plus n minus 1 into d. That is, nth term of an arithmetic sequence is a plus n minus 1 into d. Here the last term is what? 997. ഇതിൻ്റെ അപ്പുറത്തോട്ട് വേറെ നമ്പർ ഇല്ലല്ലോ. അപ്പോൾ ഇതാണ് nth term, ലാസ്റ്റ് ടൈം എന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് 997 is the last term. 997 is the Tnth term. 997 is equal to the first term is what? First term is 101. 101 plus n എത്രയെന്ന് നമുക്ക് അറിയത്തില്ല. എത്രാമത്തെയോ പദമാണ് 997 എന്നേ നമുക്കറിയാവൂ. അത് എത്രയെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ എന്നിനെ നമ്മൾ അതുപോലെ ഇട്ടു. -1 into d is what? d is equal to 7. നമ്മളിതിനെ ഓപ്പൺ ചെയ്താൽ 997 is equal to 101 plus 7n minus 7. That is 997 is equal to 101 minus 7. 101 നിന്നും 7 പോയാൽ എത്ര കിട്ടും? 94. 94 plus 7n. ഓക്കെ, ദാറ്റ് ഈസ് ഈ 7n നമുക്ക് n വേണം കണ്ടുപിടിക്കാൻ. അതിനുവേണ്ടി 7n അവിടെ ഇട്ടിട്ട് 94 എടുത്ത് ഇങ്ങോട്ട് വരാം. ദാറ്റ് ഈസ് 7n is equal to 997 മൈനസ് എത്രയാ? 94. ദാറ്റ് ഈസ് 7n is equal to 997 minus 94 എത്ര കിട്ടും? 903. 7n is equal to 903. From this n is equal to what? From this n is equal to what? n is equal to 903 divided by 7. ഇവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ അപ്പുറത്ത് കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യുന്നു. വാട്ട് ഈസ് 903 divided by 7? 9ൽ 2 times, 1 time, 1 into 7, 7, 2 balance. 20ൽ how many times? 2 times, 2 into 7, 14, balance 6, 63. 63ൽ എത്ര 7? 9 times. 9 into 7, 63. അപ്പോൾ 129 എന്ന ആൻസർ കിട്ടും. അപ്പോൾ n is equal to 129. What do you mean by n is equal to 129? In this sequence there are n times എന്നാൽ നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ടാണ് Tn is equal to 997 നമ്മൾ എടുത്തത്. That is n is equal to 129 means there are 129 numbers are there which leaves the remainder 3
വെൻ ഡിവിസിബിൾ ബൈ 7. അപ്പോൾ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഈ സീക്വൻസിനകത്ത് 129 പദങ്ങൾ 129 ടൈംസ് ആർ ദെയർ വിച്ച് ലീവ്സ് ദ റിമൈൻഡർ 3 വെൻ ഡിവിസിബിൾ ബൈ 7 എന്നാണ് നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യനിൽ നിന്ന് ക്ലിയർ ചെയ്തത്. ഈ ക്വസ്റ്റ്യൻ പഠിച്ച രീതി മനസ്സിലായല്ലോ. നമ്മൾ ആദ്യം ആ നമ്പേഴ്സിൻ്റെ ലീസ്റ്റ് 3 ഡിജിറ്റ് നമ്പറും ഹയസ്റ്റ് 3 ഡിജിറ്റ് നമ്പറും കണ്ടെത്തിയിട്ട് അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന മൾട്ടിപ്പിൾസ് എഴുതിയതിന് ശേഷം ആ മൾട്ടിപ്പിൾസിനോട് കൂടി എത്ര റിമൈൻഡർ ആണോ വരേണ്ടത്, നിങ്ങൾ ഇനിയുള്ള ക്വസ്റ്റ്യൻസിലത് എല്ലാം ശ്രദ്ധിക്കുക, എത്ര റിമൈൻഡർ ആണോ വരേണ്ടത് അത് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇവിടെ 3 പറഞ്ഞുകൊണ്ടാണ് നമ്മൾ 3 ആഡ് ചെയ്തത്. 5 ആയിരുന്നെങ്കിൽ 98-നൊപ്പം 5 ആഡ് ചെയ്തതിനെ, എന്നിട്ട് ഇങ്ങോട്ട് 7 വീതം ആഡ് ചെയ്ത് പോയാൽ മതി. അതുപോലെ നമുക്ക് ഏത് ക്വസ്റ്റ്യനും ഈ പ്രൊസീജിയറിൽ ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എക്സാമിനേഷന് പ്രതീക്ഷിക്കേണ്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ഈ പോർഷൻസ് വളരെ വ്യക്തമായിട്ട് പഠിക്കുക. തുടർന്നുള്ള വീഡിയോകൾ കിട്ടുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഇത്തരം വീഡിയോകൾ ഉപയോഗപ്രദമാകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.